ഹായ് വിവേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാവിലെ നമ്മുടെ കുഞ്ഞ് നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇന്ന് നമ്മളെ ശല്യം ചെയ്യാനായിട്ട് കൂടെ എണീറ്റിട്ട് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഏതായാലും അടുക്കളയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇന്നും രാവിലത്തെ വ്ളോഗ് തന്നെയാണ് കേട്ടോ ഞാനിന്ന് എടുത്തിട്ടുള്ളത്. എന്നത്തെ പോലെയും ഇന്ന് ഞാൻ ചെന്നപ്പോഴും വാപ്പ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ബാക്കിയുള്ള ജോലികളൊക്കെ എനിക്ക് നോക്കി വെച്ചാൽ മതി. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്, കറി ഉണ്ടാക്കാനും അതുപോലെ തന്നെ തലേന്ന് തയ്യാറാക്കി വെച്ചിട്ടുള്ളതും അങ്ങനെയൊക്കെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു. ഇന്നലെ ഇക്ക വന്നപ്പോൾ കുറച്ച് കൂണ് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാനൊരു കൂണ് റോസ്റ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് ഇക്കക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കറികളും ചോറൊക്കെ റെഡിയാക്കണം. വാപ്പ ചായയൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ തലേന്ന് രാത്രി ഒരു ഒഴിച്ചുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലെ ചിലപ്പോൾ ലൈറ്റായിട്ടാണ് എണീക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തലേന്ന് തന്നെ ഞാൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ വെണ്ടയ്ക്കയും തക്കാളിയൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൽ റെസിപ്പി ഷെയർ ചെയ്തിട്ടില്ല. ഞാൻ ഈ വീഡിയോ കഴിയുമ്പോൾ സെപ്പറേറ്റ് ആയിട്ട് അതിൻ്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ല അടിപൊളി കറിയായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ ഒരു കറി വീട്ടിൽ ട്രൈ ചെയ്തത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇന്ന് മുഹമ്മദ് നേരത്തെ എണീറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. എണീറ്റ് വരുമ്പോൾ ആളുടെ മൂഡ് എങ്ങനെയാണോ അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ പിന്നെ ആളുടെ കാര്യങ്ങളൊക്കെ. ചിലപ്പോൾ നല്ല മൂശാട്ടയായിരിക്കും. ഇന്നിപ്പോൾ മൂശാട്ടയിലാണ് എണീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. അങ്ങനെ വരുന്ന സമയത്ത് പല്ല് തേക്കാനും എല്ലാത്തിനും ഭയങ്കര മടിയൊക്കെ ആയിരിക്കും. പിന്നെ കരച്ചിലായി ബഹളമായി അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇന്നിപ്പോൾ ആദ്യം വലിയ മൂശാട്ടൊക്കെ ആയിരുന്നെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ബ്രഷും പേസ്റ്റൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ നനച്ച് കൊടുക്കണം കേട്ടോ ആൾക്ക്. അപ്പോൾ നനച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൾ പല്ല് തേക്കാനൊക്കെ ആയിട്ട് മുൻവശത്തേക്ക് പോകണേയാണ് കേട്ടോ. അപ്പോൾ പത്രം അവിടെ കിടക്കുന്നുണ്ട്. ആ പത്രം ഒന്ന് എടുക്കാൻ പറഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര വയ്യായികയാണെന്നാണ് കേട്ടോ പറഞ്ഞത്. എന്നാൽ വേണ്ട, നനഞ്ഞോട്ടോ. പറ്റില്ല വല്യച്ചൊന്നേ. ആളവിടെ പല്ലൊക്കെ ഇട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വീണ്ടും അടുക്കളയിലേക്ക് വന്നിട്ടോ. കാരണം എൻ്റെ ടൈം അവിടെ പോകും. അപ്പം ഞാൻ കുറച്ച് ചായ എടുത്ത് കുടിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മധുരം കുറവാണ്. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി മധുരം കൂടി ഇട്ടിട്ടാണ് ഞാൻ കുടിക്കുന്നത്. ഞാൻ ആകെ അര ഗ്ലാസ് ചായയാണ് വല്ലപ്പോഴൊക്കെ കുടിക്കത്തുള്ളൂ കേട്ടോ. അതെനിക്ക് ഇച്ചിരി മധുരമൊക്കെ ഇട്ടിട്ട് വേണം കുടിക്കാനായിട്ട്. അപ്പോൾ അത് കുടിക്കണതും കുറേ പ്രാവശ്യമൊക്കെ ആയിട്ടാണ് കുടിക്കുള്ളൂ കേട്ടോ. എനിക്ക് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. കുറേശ്ശെ കുടിക്കുള്ളൂ. അതവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കത്തിയും കത്രിയൊക്കെ ഞാൻ ഒളിപ്പിച്ച് വെച്ചേക്കണേയാണ് കേട്ടോ. കഴിഞ്ഞ ബ്ലോഗിൽ ഞാൻ പറഞ്ഞായിരുന്നു, പിള്ളേർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് എവിടെയിലേക്ക് ഇട്ട് വെട്ടി വാഴത്തല കളയും. അപ്പോൾ ഞാനതുകൊണ്ട് ഈ തവണ പുതിയത് വാങ്ങിയത് ഒളിപ്പിച്ച് വെച്ചേക്കണേയാണ് കേട്ടോ. എന്നാലും അതൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ ചോറിൽ ഇടയ്ക്ക് വെള്ളമൊക്കെ നോക്കി വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളം എണീറ്റിട്ടുണ്ട് കേട്ടോ. ആളവിടെ എണീറ്റ് കിടക്കണുണ്ട്. അല്ലേ ചീഞ്ഞ് കട്ടൻ ചായ വേണോ? സമയം കൊണ്ട് നമ്മുടെ കുഞ്ഞു പല്ലേപ്പൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് കട്ടൻ ചായയൊക്കെ കൊടുത്തു കേട്ടോ. അപ്പോൾ കട്ടൻ ചായ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾക്ക്. അപ്പോൾ ഞാൻ അങ്ങനെ അവിടെ കൊടുക്കാറൊന്നുമില്ല, അത്ര നല്ലതല്ലാത്തതുകൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ ചായയൊക്കെ കൊടുത്തിട്ട് ഞാൻ എൻ്റെ പണിയിലേക്ക് വീണ്ടും ഇറങ്ങി കേട്ടോ. അപ്പോൾ കൂണ് ഇവിടെ കട്ട് ചെയ്തെടുക്കുകയാണ്. കൂണ് നമുക്കിവിടെ ചെറിയതായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യണം. കാരണം ഇത് റോസ്റ്റായിട്ടാണ് ഞാൻ തയ്യാറാക്കണത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ TV ഓണാക്കി കൊടുക്കണതാണ്. കുറച്ച് നേരം അത് കണ്ടിട്ടൊക്കെ ഇരുന്നോളും. അപ്പോൾ മൂത്തവർ മദ്രസയിലൊക്കെ പോയേക്കണോണ്ട് തന്നെ കുറച്ച് നേരം TV ഒക്കെ കണ്ടിട്ട് ആൾ സമയം കളയണം കേട്ടോ. കുഞ്ഞോളെ എണീറ്റിട്ട് എവിടെയാണെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ? കട വെയിലാണ് കേട്ടോ. രാവിലെ രണ്ടുപേരും കൂടെ കുറച്ച് നേരം കളിക്കലൊക്കെയാണ് കേട്ടോ. ഇന്ന് ഇക്കാക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് നേരമൊന്നും ഇക്ക കളിപ്പിക്കത്തൊന്നുമില്ല കേട്ടോ. കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിക്കും. അത് കഴിയുമ്പോൾ അവിടെ എവിടെയും കൊണ്ടുപോയി എടുത്തു കേട്ടോ. ആൾക്കും ധൃതിയുണ്ട്. ഇതിൻ്റെ ഇടയിൽ ആൾക്ക് റെഡി ആവണം. അങ്ങനെ കുറേ ജോലികളൊക്കെ ഉണ്ട്. ഡ്രസ്സ് എടുത്ത് വയ്ക്കണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു അടുക്കളയിൽ കൊണ്ടുപോയി കിടത്തിയേക്കാൻ പറഞ്ഞു. ചിലപ്പോൾ ആൾ കിടക്കും കേട്ടോ. എന്നാൽ ചില സമയത്ത് ആൾ കിടക്കത്തുമില്ല. ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അങ്ങനെ വന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ തലേന്നൊക്കെ പകുതി കാര്യങ്ങളും റെഡിയാക്കി വെക്കേണ്ടത്. അപ്പോൾ കൊച്ചിനെ അവിടെ കിടത്തിയിട്ടുണ്ട്. വലിയ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ കൂണൊക്കെ ഒന്ന് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ചോറ് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാനായിട്ട് എൻ്റെ അടുത്ത് കൊണ്ടുവന്നേക്കണേയാണ് കേട്ടോ. പിന്നെ ഞാൻ കൂണിനായിട്ടുള്ള സവാളയും ഒക്കെ നന്നാക്കി എടുക്കുകയാണ്. അപ്പോൾ ഒന്ന് കൂണ് റോസ്റ്റാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ കുഞ്ഞു വലിയ കുഴപ്പമില്ലാതെ തൊട്ടടുത്ത് തന്നെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ചിണുങ്ങി എന്നൊക്കെ പറഞ്ഞിങ്ങനെ മൂളൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ കരച്ചിലാകുമ്പോൾ എടുക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ സവാളയൊക്കെ ഞാൻ ഇവിടെ വളരെ കനം കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഇക്ക കുളിക്കാനൊക്കെ ആയിട്ട് പോയ സമയത്ത് നമ്മുടെ മുഹമ്മദും കൂടെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പോൾ രാവിലത്തെ ആ ഒരു തിരക്കൊക്കെ എനിക്ക് മാറിക്കിട്ടും. ഇക്ക കുളിപ്പിച്ചിട്ട് കൊണ്ടുവന്നുള്ളൂ കേട്ടോ.
അപ്പോൾ അതേ നമ്മുടെ കുഞ്ഞോളിവിടെ കിടക്കുന്നുണ്ട്. ചില സമയത്ത് കുഞ്ഞോളെ ഞാൻ കുഞ്ഞു കുഞ്ഞു എന്ന് പറയൂട്ടെ, കാരണം നമ്മൾക്ക് ഇതിന് മുന്നേ ഉണ്ടായതെല്ലാം 3 ആൺകുട്ടികളായിരുന്നു. അപ്പോൾ കുഞ്ഞു കുഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവളെ ഞങ്ങൾ എപ്പോഴും ഇവൻ എന്നൊക്കെ തന്നെയാണ് പറയണത് കേട്ടോ. അപ്പോൾ ചില സമയത്തൊക്കെ എൻ്റെ വായന അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ വീഴണേ. അപ്പോൾ ഏതായാലും കൂൺ റോസ്റ്റ് റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണയിൽ കൂണൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. അതേസമയം തന്നെ മറ്റൊരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുകയാണ്. അതൊന്ന് വഴന്ന് വരണം. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ അതവിടെ ലോ ഫ്ലെയിമിലാക്കി വെച്ചിട്ട് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും നന്നാക്കിയിട്ട് അതും ചതച്ചെടുക്കുകയാണ്. ഞാൻ ഒരുപാട് പേസ്റ്റ് ആക്കാറില്ല കേട്ടോ, എനിക്കത്ര ഇഷ്ടമില്ല, ചതച്ചെടുക്കലാണ്. അപ്പോൾ അതേ ഇവിടെ ചപ്പാത്തിയൊക്കെ ഞാൻ തലേന്ന് രാത്രി തയ്യാറാക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. നമ്മൾ രാത്രി ചപ്പാത്തി ഉണ്ടാക്കി വെച്ചാലും രാവിലെ ആകുമ്പോഴേക്കും ചീത്തയാവണമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റിട്ട് ചപ്പാത്തി ഉണ്ടാക്കാനുള്ള സമയമൊന്നും എനിക്ക് ഉണ്ടാവില്ല. അതിന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് തന്നെ രാത്രി ഞാൻ ചപ്പാത്തി പരത്തി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ വൃത്തികേടുകളാണ് കേട്ടോ അതിൻ്റെ ആ പുറകിൽ കാണുന്നതും. രാത്രി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പറ്റില്ലായിരുന്നു തുടയ്ക്കാനൊന്നും. അപ്പോൾ അതങ്ങനെ ഇട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തിയൊക്കെ അത്യാവശ്യം പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പിന്നെ ഇതിൽ ഞാൻ വലിയ എക്സ്പേർട്ടൊന്നും അല്ല കേട്ടോ, ചപ്പാത്തി ഉണ്ടാക്കുന്ന കാര്യത്തിൽ വലിയ എക്സ്പേർട്ടൊന്നും അല്ല, വല്ലപ്പോഴേ ഉണ്ടാക്കുന്നുള്ളൂ. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ചപ്പാത്തിയൊക്കെ ഒരു വിധത്തിൽ ഉണ്ടാക്കി തുടങ്ങിയേക്കണത് കേട്ടോ. അപ്പോൾ പിന്നെ ഈ വട്ടം കിട്ടാനായിട്ട് ഞാൻ ഒരു ട്രിക്ക് കാണിക്കലുണ്ട് കേട്ടോ, അല്ലാതെ ഞാൻ കറക്റ്റായിട്ട് എനിക്ക് പരത്തി കറക്റ്റ് പെർഫെക്ഷൻ വരാറില്ല. അപ്പോൾ ഞാൻ അതിനൊരു ട്രിക്ക് കാണിക്കാറുണ്ട്. അടുത്ത വീഡിയോയിൽ ചപ്പാത്തി ഉണ്ടാക്കുന്ന ദിവസം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചപ്പാത്തി ഇതിൻ്റെ ഒപ്പം റെഡിയാക്കുകയാണ്. പിന്നെ ഇന്ന് ചപ്പാത്തിക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ഒരു ഫില്ലിങ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാണിന്ന് ചപ്പാത്തി റോളായിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കൂൺ റോസ്റ്റിനുള്ള സവാള റെഡി ആയി കഴിഞ്ഞപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുത്ത് അതൊന്ന് വഴറ്റിയിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഞാൻ തക്കാളി ഒരു അര തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തക്കാളി ഉണ്ടായിരുന്നില്ല, അത് ഞാൻ എന്താ പറയുക ആദ്യം രാജിച്ചിട്ട് ചെന്ന് ചോദിച്ചു നോക്കി, അപ്പോൾ അവിടെ ഇല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് തൊട്ടിപ്പുറമുള്ള വീട്ടിൽ നിന്ന് മേടിച്ചിട്ടാണ് ഇട്ടത്. എനിക്ക് പിന്നെ കറികൾക്കൊക്കെ എല്ലാം ഇടേണ്ടത് ഇട്ടാലായിട്ടൊരു സമാധാനമുള്ളൂ. അപ്പോൾ ഞാനത് എന്താ പറയുക അടുത്ത വീട്ടിലാണെങ്കിലും ചോദിച്ച് മേടിച്ച് ഞാൻ കറികളിലൊക്കെ ഇടും. അപ്പോൾ നമ്മൾ സവാള തക്കാളിയൊക്കെ വഴന്ന് കഴിഞ്ഞപ്പോൾ അതിലേക്ക് പൊടികളൊക്കെ ഇട്ട് കൊടുത്തു. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ മീറ്റ് മസാലയും കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഞാനവിടെ വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് വരാനായിട്ട് മൂടി വെച്ച് കൊടുത്തേക്കാണ് കേട്ടോ. ആ സമയത്ത് ഇക്ക പോയി വാഴയിലൊക്കെ വെട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ചോറ് കൊണ്ടുപോകാനായിട്ട്. പിന്നെ നമ്മുടെ ചപ്പാത്തി റോളും അങ്ങ് ഉണ്ടാക്കാനായിട്ടോ, പിള്ളേർക്കും ഇക്കൊക്കെ പോകണമല്ലോ. അപ്പോൾ ചപ്പാത്തിയിൽ ആദ്യം തന്നെ സോസാണ്, ടൊമാറ്റോ സോസാണ് ഞാൻ പുരട്ടി കൊടുത്തേക്കണേ. അതിന് ശേഷം നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കും കേട്ടോ. അപ്പോൾ ഞാനിത് സാൻഡ്വിച്ചിൻ്റെ ഫില്ലിങ് ഉണ്ടാക്കി വെച്ചേക്കണായിരുന്നു. നമ്മളിത് മയോണൈസൊക്കെ ഇട്ടേക്കണയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ഫ്രിഡ്ജിൽ വെക്കാൻ കൊള്ളത്തില്ല എന്ന് എനിക്ക് തോന്നണേ. ഏതായാലും ഞാൻ രാത്രി അങ്ങ് ഉണ്ടാക്കി വെച്ചു. റോൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് നേരത്തെ ഉണ്ടാക്കി വെക്കണമായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ പിള്ളേർ വന്ന സമയത്താണ് അത് തയ്യാറാക്കിയത്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് കഴിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് ഉള്ളവർ കുറച്ച് ഹാർഡായിട്ട് എനിക്ക് തോന്നി കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാറൊക്കെ ആയപ്പോഴേക്കും ആ ഒരു മയോണൈസൊക്കെ ഇരുന്നിട്ട് നല്ലോണം കുതിർന്ന് നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതുമല്ല ഇതൊക്കെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നത്. എപ്പോഴൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല, ഇടയ്ക്കൊക്കെ ഇതുപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാണ്. പിന്നെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ടിഫിൻ ബോക്സിലാണെങ്കിലും കൊടുത്തു വിടാൻ പറ്റിയ ഒരു ഐറ്റമാണ് കേട്ടോ. നമുക്കിങ്ങനെ കട്ട് ചെയ്തൊക്കെ വെച്ച് കൊടുത്തു വിടാനൊക്കെ പറ്റിയൊരു ഐറ്റമാണ്. പിള്ളേർക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമാവും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരെണ്ണം പീസാക്കിയിട്ട് നമ്മുടെ മുഹമ്മദിന് കൊടുക്കുകയാണ്. കാരണം ഇക്ക പോണതിന് മുന്നേ ആണെങ്കിൽ അവൻ കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ അടുത്ത് ഭയങ്കര അടവൊക്കെ ആയിരിക്കും. പിന്നെ നമ്മൾ വടിയെടുക്കാൻ പോകണം, പേടിപ്പിക്കണം, അങ്ങനെ കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് അതിൽ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിലേക്ക് നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള കൂൺ ഇട്ട് കൊടുത്ത് ഇനി ലോ ഫ്ലെയിമിൽ അവിടെ ഇരുന്ന് രണ്ടും കൂടി ഒന്ന് മിക്സ് ആവണം കേട്ടോ. ആ ഒരു കൂണും മസാലയും കൂടിയൊക്കെ ഒന്ന് മിക്സ് ആവണം. അപ്പോൾ കുറച്ച് ചാറിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളം കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ചായ മധുരം ഇട്ടത് ഞാൻ ഒരു കപ്പിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്, കാരണം പിള്ളേർക്ക് വലിയ ചൂടുണ്ടെങ്കിൽ അവർ കുടിക്കത്തില്ല കേട്ടോ. എന്നിട്ട് ഞാൻ വീണ്ടും കുറച്ച് ചായയും കൂടെ വെച്ചിട്ടുണ്ട്. ഇക്കാക്കാണെങ്കിലും മധുരം ഇല്ലാണ്ടൊക്കെ ചായ കുടിക്കാറ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചായ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇക്ക അവിടെ മുഹമ്മദിനെ കഴിപ്പിക്കുകയാണ്. ഞാൻ ഏതായാലും വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നു, കാരണം ഇക്കൊക്കെ ചോറ് ഉണ്ടാകാനുള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെയാണ് കേട്ടോ. നമ്മൾ സ്പീഡിലാണ് കാര്യങ്ങൾ ചെയ്യണത്. കാരണം 8:30-9 മണിയാകുമ്പോഴേക്കും എല്ലാവർക്കും പോകണമല്ലോ. അപ്പോൾ ഞാൻ വേഗം ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ചോപ്പറിൽ ഇട്ട് കൊടുത്തു. ഒരു 1/4 ഭാഗം ചോപ്പ് ചെയ്തതിന് ശേഷം സവാളയും നന്നാക്കിയിട്ട് അതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സവാളയും ഒരേ ടൈപ്പിൽ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സവാളയുടെ ഒപ്പം തന്നെ പച്ചമുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ടൈമിൽ തന്നെ ഇക്ക വാഴയിലേക്ക് വാട്ടി അതിലേക്ക് ചോറ് എടുത്തിട്ടുണ്ട്.
കറി ഒഴിച്ചുകറി നമ്മൾ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ചൂടാക്കി വെച്ചിട്ടുണ്ടല്ലോ രാവിലെ തന്നെ. അപ്പോൾ അതും ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂണിൻ്റെ ടേസ്റ്റൊക്കെ ഞാൻ ഇക്കാനെ കൊണ്ട് നോക്കിക്കാണ് കേട്ടോ. എൻ്റെ ടെസ്റ്ററൊക്കെ ഇക്കായാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഡിഷുകളൊക്കെ കറക്റ്റ് ഒപ്പീനിയൻ പറയും കേട്ടോ. കൊള്ളൂല്ലെങ്കിൽ കൊള്ളൂല്ല എന്ന് തന്നെ പറയും. അപ്പോൾ എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നോക്കൽ എനിക്ക് വലിയ താല്പര്യമില്ല. ഏകദേശം എല്ലാം കറക്റ്റായിരിക്കും. പിന്നെയും കുറച്ച് ഉപ്പാണ് മുമ്പിൽ നിൽക്കാറ്. അപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ആ ഒരു എന്താ പറയുക ചപ്പാത്തി റോള് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് കഴിക്കാൻ മടിയായിരുന്നു. ആൾ ഇച്ചിരി ഡയറ്റിലൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിച്ച് കഴിപ്പിച്ചു കേട്ടോ. അപ്പോൾ ഇതേ ക്യാബേജും അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റും കൂടിയാണ് ഞാൻ തോരൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാബേജ് ഞാൻ ഫില്ലിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തലേന്ന് ഞാൻ അരിഞ്ഞതിൽ കുറച്ച് ഫ്രിഡ്ജിൽ ഇരിപ്പുണ്ടായിരുന്നു. അതും പിന്നെ ക്യാരറ്റും സവാളയും അതുപോലെ തന്നെ മുളക്, കറിവേപ്പില ആദ്യം തന്നെ കടുക് പൊട്ടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂടി ഞാൻ വഴറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇക്കതേ വേഗം അടുത്ത ഒരു വാഴയിലെടുത്തിട്ട് അതിലേക്ക് കൂൺ റോസ്റ്റും കൂടെ പാക്ക് ചെയ്യുകയാണ്. അപ്പോൾ ഓഫീസിലേക്ക് ആയതുകൊണ്ടാണ് എല്ലാം സെപ്പറേറ്റ് പാക്ക് ചെയ്യണേ കേട്ടോ. അവിടെ എല്ലാവരും കഴിക്കാനൊക്കെ ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ വേഗം വന്നിട്ട് വേഗം എന്താ പറയുക തേങ്ങ ചിരവി എടുക്കുകയാണ് നമ്മുടെ തോരനിലേക്കുള്ളത്. അപ്പോൾ എനിക്ക് രാവിലെ മാത്രമാണ് കേട്ടോ ഇത്രയും തിരക്കുള്ളൂ. രാവിലെ നല്ല തിരക്കായിരിക്കും, എല്ലാവരും പോണ വരെ നല്ല തിരക്കായിരിക്കും. അത് കഴിയുമ്പോൾ ഉള്ള പണികളൊക്കെ എനിക്ക് സൗകര്യം പോലെയാണ് കേട്ടോ ഞാൻ ചെയ്യത്തുള്ളൂ. പിന്നെ ഞാൻ സാവകാശം എന്താ പറയുക കൊച്ചിൻ്റെ കൂടെ കിടന്ന് ഉറങ്ങും, അങ്ങനെയൊക്കെയാണ്. എനിക്ക് സാവകാശമാണ് പിന്നെയുള്ള പണികളൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതേ തോരൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് മിക്സാക്കി നമ്മുടെ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒരു വാഴയിലയിലേക്ക് ഒക്കെ വാട്ടിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പൊതിച്ചോറ് റെഡി ആയിട്ടുണ്ട്. പൊതിച്ചോറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറികളൊക്കെ സെപ്പറേറ്റാണ് വെക്കണേ. അപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇക്ക അതൊക്കെ അതിൻ്റെ പണികളൊക്കെ ഇക്ക തന്നെയാണ് ചെയ്യാറ് കേട്ടോ. ഇനി ഞാൻ വലിയ എക്സ്പേർട്ടല്ല പൊതിയാനൊക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതേ പിള്ളേരൊക്കെ മദ്രസയിൽ നിന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞോൾ കരഞ്ഞപ്പോൾ മൂത്ത ആൾ എടുത്തിട്ട് പോയേക്കണയാണ് കേട്ടോ. ഇത്ര നേരമൊന്നും അവൾ കിടക്കത്തൊന്നുമില്ല, കുറച്ച് നേരമൊക്കെ കിടക്കുള്ളൂ. അപ്പോൾ അയാന് ഒരു ചപ്പാത്തി മതി, അത് തന്നെ ധാരാളം. അയാന് രാവിലെ ഒരുപാട് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ. അവന് വളരെ കുറച്ച് ഭക്ഷണം മതി രാവിലെ. ഒരു ഉച്ചയ്ക്ക് ആവണം മുതലേക്ക് പിന്നെ പുള്ളിക്കാരന് വിശപ്പ് തുടങ്ങും. അതും ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും ആൾക്ക് കഴിക്കാൻ പറ്റില്ല, കുറേശ്ശെ ഇങ്ങനെ കഴിക്കുള്ളൂ. പിന്നെ നമ്മളോട് എപ്പോഴും വന്ന് ചോദിക്കും എന്താ പറയുക ഭക്ഷണം ഉണ്ട്, എന്താ കഴിക്കാനുള്ള ഏതെങ്കിലും ചോദിച്ചുകൊണ്ട് കൊടുക്കും കേട്ടോ. വൈകിട്ടൊക്കെ വരുമ്പോഴാണെങ്കിലും നല്ല വിശപ്പാണ്. അതുകൊണ്ട് രാവിലെ വല്ലാണ്ട് അവന് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഒരു ചപ്പാത്തിയേ വെച്ചിട്ടുള്ളൂ. മൂത്തവന് 2 ചപ്പാത്തിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൂത്തവനാണെങ്കിൽ ഇങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ അവൻ കഴിച്ചോളും. അപ്പോൾ അതേ കൊച്ചിനെ അവൻ്റെ കയ്യിലായിരുന്നു. കൊച്ചിനെ എൻ്റെ കയ്യിലേക്ക് തന്നിട്ട് അവൻ കഴിക്കാൻ പോയി. പിന്നെ ഞാൻ ആ കൊച്ചിനെ ഫീഡ് ചെയ്യാനൊക്കെ ആയിട്ട് പോയിട്ടാണ്. പിന്നെ മുഹമ്മദിനെ ഇക്ക കഴിപ്പിക്കുകയാണ്. അപ്പോൾ അതും അങ്ങനെ എന്താ പറയുക ഓർഡറിൽ പോകണതാണ്. എല്ലാം കഴിഞ്ഞ് ഇക്ക റെഡിയായി, ഇക്ക ഡ്യൂട്ടിക്ക് പോവുകയാണ്. അപ്പോൾ ഞാനും കൊച്ചും കൂടെ നോക്കിയിക്കാണ് ടാറ്റയൊക്കെ പറഞ്ഞ് വിടാനായിട്ട്. അപ്പോൾ എന്താ പറയുക വരുമ്പോഴും പോകുമ്പോഴും ഇക്കക്ക് നമ്മൾ എന്താ പറയുക യാത്ര പറയലും അതൊക്കെ ഇക്കക്ക് ഭയങ്കര നിർബന്ധമുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതും നമുക്ക് ശീലമായിട്ടോ ഇങ്ങനെ പറഞ്ഞു വിടേണ്ട സമയത്ത് നമ്മൾ ചെന്ന് നിൽക്കുകയൊക്കെ ചെയ്യാൻ. അത് ഭയങ്കര തിരക്കാണെങ്കിൽ ഇക്ക നമ്മുടെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് പോവും. അപ്പോൾ ഇതേ ഞാനും കൊച്ചും കൂടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ആൾ പോണ നോക്കിയിട്ട്. ഇക്കാക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഇക്കാനെ പറഞ്ഞൊക്കെ വിട്ടു. അതിനുശേഷം ഞാൻ ദേവാങ്കോട്ടിൽ കൊണ്ടുവന്ന് കുഞ്ഞുങ്ങളെ കിടത്തുവാണ് കേട്ടോ. ആ ഷീറ്റൊക്കെ ഇട്ടിട്ട് കിടത്തിയേക്കാണ്. കുറച്ച് നേരമൊക്കെ ചിലപ്പോൾ കിടക്കും കേട്ടോ. നമ്മൾക്ക് ഒന്നും പറയാൻ പറ്റില്ല, പ്രവചിക്കാൻ പറ്റുമൊന്നുമില്ല. കിടക്കുവാണെങ്കിൽ കുറച്ച് നേരം കിടക്കും. ആ സമയം കൊണ്ട് ഞാൻ പിള്ളേരുടെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്യാണ്. അപ്പോൾ ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 2 പേർക്ക് ഞാൻ ചെറിയ കറിപ്പാത്രം മേടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നല്ലോ, പ്ലാസ്റ്റിക്കിൻ്റെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾക്കടെ ഇത് കിട്ടിയിട്ടുള്ളൂ, ഒരാൾക്കടെ കൊണ്ടുപോയത് ഇതുവരെ കിട്ടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേറൊരു കുപ്പിയിൽ ആൾക്ക് സാലഡൊക്കെയാണ് കുപ്പി കൊണ്ടുവരാത്തത്. അപ്പോൾ ആൾക്ക് വേറൊരു കുപ്പിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ കൂൺ റോസ്റ്റും പിന്നെ അതുപോലെ തന്നെ തോരനും ഞാൻ പാത്രത്തിൻ്റെ ചോറിൻ്റെ കൂടെ തന്നെയാണ് വെച്ചേക്കണേ കേട്ടോ. കറി മാത്രമേ സെപ്പറേറ്റ് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എടുത്ത് കഴിക്കണമെന്ന്. കാരണം മാം പ്രത്യേകം പറഞ്ഞേക്കണെയാണ് ഇങ്ങനെ സെപ്പറേറ്റ് കറി കൊടുത്ത് വിടണ്ടെന്ന്, ഇവർ കഴിക്കത്തില്ല എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഉച്ചയാകുമ്പോഴേക്കും ഭയങ്കരമായിട്ട് തണുത്തൊക്കെ പോകുമല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കറി സെപ്പറേറ്റ് ആക്കിയത്. പിന്നെ വെള്ളമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്കിയുള്ളത് അവർ ചെയ്തോളൂ കേട്ടോ. അവർ ടവലൊക്കെ എടുത്തിട്ട് പൊതിഞ്ഞെടുത്ത് വെച്ചോളും, നമ്മൾ എടുത്ത് വെക്കേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ ഞാൻ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ചെന്നിരുന്നപ്പോൾ അവൻ കുറേ സൈൻ ചെയ്യാനൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെയൊക്കെ സൈൻ ചെയ്യാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ തലേന്ന് രാത്രി കൊണ്ടുവന്ന് സൈൻ ചെയ്യിക്കണമെന്ന് എന്തോരം പറഞ്ഞാലും കേൾക്കത്തില്ല കേട്ടോ. പറയുമ്പോൾ ഓക്കെ എന്നൊക്കെ പറയും. എന്നാലും അവൻ രാവിലെ ആകുമ്പോഴേ നമ്മൾ സൈൻ ചെയ്യിക്കത്തുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും തിരക്കിലായിരിക്കുമ്പോഴായിരിക്കും സൈൻ ചെയ്യാൻ പറഞ്ഞ് വരണേ കേട്ടോ. അപ്പോൾ അതേ ഞാൻ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ വന്ന് അവനും കഴിക്കുന്നുണ്ട്. അവന് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെയാണ് നമ്മളോട് ചോദിച്ചിട്ട് മേടിച്ച് കഴിക്കും. അല്ല ഇഷ്ടമല്ലാത്താണെങ്കിൽ ചോദിക്കത്തുമില്ല, കഴിക്കുകയില്ല കേട്ടോ. അപ്പോൾ ഇത് വലിയ ഇഷ്ടമായതുകൊണ്ട് തന്നെ ആൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് എൻ്റെ നിന്ന് വാങ്ങി കഴിക്കണമൊക്കെ ഉണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കുഞ്ഞോളവിടെ കരച്ചിലൊക്കെ തുടങ്ങി. പിന്നെ ഞാൻ പിടിച്ചു എടുത്ത് കൊണ്ട് കഴിക്കാൻ തുടങ്ങി. പിന്നെ ഇതൊക്കെ ശീലമായിട്ടോ, എടുത്തിട്ട് കഴിക്കലൊക്കെ, ചോറ് വരെ കഴിക്കലൊക്കെ ശീലമായി. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ റെഡി ആവാണ്. പിള്ളേർ പോകാനുള്ള സെറ്റപ്പിലാണ്, സോക്സ് ഇടൽ, അങ്ങനെ ഓരോ പണിയിലൊക്കെയാണ് എല്ലാവരും. ഇന്നപ്പോൾ ഇക്ക പോയതുകൊണ്ട് തന്നെ ഇന്ന് അനിയനാണ് കേട്ടോ കൊണ്ടുപോയി ആക്കുന്നത്. അപ്പോൾ അതേ എന്താ പറയുക, എല്ലാവരും രണ്ടുപേരും റെഡിയായി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. 2 പേരല്ല 3 പേരും റെഡിയായി. അവൻ അതിൻ്റെ ഒപ്പം തന്നെ ജോലിക്കും പോകും കേട്ടോ. അപ്പോൾ അതേ 3 പേരും കൂടെ പോവാണ്. അപ്പോൾ നമ്മുടെ കുഞ്ഞു അതിൻ്റെ പുറകെ ഓടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു വളവ് കഴിയണവരെയായിട്ട് അവൻ പുറകെ ഓടത്തുള്ളൂ. എന്നാലും ഞാനവിടെ നോക്കി നിൽക്കൂട്ടോ. തിരിച്ച് വന്നതിന് ശേഷം മാത്രമേ ഞാൻ അകത്തേക്ക് കയറി പോവുള്ളൂ. കാരണം ഇന്നത്തെ കാലത്ത് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. കൊച്ചു തിരിച്ചു വരുമെന്നൊക്കെ ഓർത്തിരുന്നാലൊക്കെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ തിരിച്ചു വന്ന വരെ ഞാനവിടെ വെയിറ്റ് ചെയ്യും. എന്നിട്ട് അകത്ത് കയറ്റിയിട്ടാണ് ഞാനും അകത്തേക്ക് കയറി പോകും. അപ്പോൾ ആളുടെ കുളിയും എന്താ പറയുക ചായ കുടിക്കലും എല്ലാം കഴിഞ്ഞെന്ന് എന്താ പറയുക ആൾ റെഡി ആയിട്ടിരിക്കുന്ന കാരണം വലിയ കുഴപ്പമില്ല. അപ്പോൾ ഇനിയിപ്പോൾ ടി വി ഒക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്നോളും. വാപ്പ കൊണ്ടുപോയി വിട്ടേച്ചാൽ മതി. അതൊക്കെ കഴിഞ്ഞ് ഞാൻ നമ്മുടെ കുഞ്ഞോളെ തൊട്ടിയിൽ കിടത്തി ഉറക്കി കേട്ടോ. തൊട്ടിയിലാവുമ്പോൾ അവൾ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് പണികളൊക്കെ ഉണ്ട്. കാരണം ഇന്ന് പണികളൊക്കെ നേരത്തെ തീർത്ത് വയ്ക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൊച്ചിനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകണം കേട്ടോ. അപ്പോൾ 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫ്രിഡ്ജിലേക്കുള്ള എല്ലാം ബാക്കി എടുത്ത് വെക്കുകയാണ്. കയ്യോടെ തന്നെ എടുത്ത് വെച്ചില്ലെങ്കിൽ പിന്നെ മറന്നു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാ ഐറ്റംസും ബാലൻസ് ഉണ്ടാകുന്നതെല്ലാം എടുത്തു വെച്ചു. പിന്നെ അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ, കിച്ചണിൻ്റെ ടോപ്പൊക്കെ ക്ലീൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരുന്നപ്പോഴും ഞാൻ ഓർത്ത് ഇന്നിപ്പോൾ കൊച്ചിനെ കൊണ്ടുവന്നാക്കാനായിട്ട് വാപ്പായായിരിക്കും എന്നെ മുഹമ്മദിന്. അപ്പോൾ അന്നേരം വാപ്പാക്കുള്ള ചോറ് വാപ്പ കൊണ്ടുപോകും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ചോറും കറികളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം വാപ്പ ചോറ് എടുക്കുമ്പോൾ എന്തെങ്കിലും ഒരു കറി മാത്രമേ കാണത്തുള്ളൂ കേട്ടോ. വേറെ മറ്റുള്ള കറികളൊന്നും തുറന്നൊന്നും നോക്കുന്നില്ല. അപ്പം ഞാനങ്ങ് വിളമ്പി വെച്ചു. അത് കാരണം ആൾക്ക് കൊണ്ടുപോകാമല്ലോ എന്ന് വിചാരിച്ചു. എന്നിട്ട് വന്നിട്ട് ബാക്കിയുള്ള കിച്ചൺ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാണ്. ഇന്നിപ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ചില്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് വരുമ്പോൾ കൊച്ചിന് പനിയും അതുപോലെ തന്നെ കാലുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ. പിന്നെ ഭയങ്കര കരച്ചിലൊക്കെ ആയിരിക്കും. അപ്പോൾ ബാക്കിയുള്ള ജോലികളൊന്നും ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിച്ചു ആ പണികളൊക്കെ അങ്ങ് തീർത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. ശരിക്കും 45 ദിവസം കഴിഞ്ഞിട്ടുള്ള ഇഞ്ചക്ഷൻ ആണെങ്കിലും ഇപ്പോൾ ഏകദേശം 65 ദിവസമൊക്കെ ആയിട്ടോ ഇഞ്ചക്ഷൻ എടുക്കാൻ പോണത്. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പാത്രങ്ങൾ കഴുകൽ അത്യാവശ്യം നന്നായിട്ട് പാത്രങ്ങളുണ്ട്. കാരണം നമ്മൾ കറികൾ ഉണ്ടാക്കിയതും ഇവർ കഴിച്ചതും അങ്ങനെ എല്ലാ ഐറ്റംസും പാത്രങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാത്രങ്ങളെല്ലാം തേച്ച് സൈഡിൽ കൂടെ വയ്ക്കും. അതിന് ശേഷം എല്ലാം കൂടെ സിങ്കിലേക്ക് അങ്ങ് തട്ടും കേട്ടോ. എന്നിട്ടാണ് പാത്രം കഴുകുക. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളം അധികം വേണ്ട, പിന്നെ സമയവും ലാഭമായിട്ട് തോന്നുന്നുണ്ട്. ഒരു പാത്രം കഴുകുമ്പോൾ ബാക്കിയുള്ള പാത്രത്തിലേക്ക് വീഴുമ്പോൾ അതിൽ നിന്ന് കുറേ അങ്ങ് പോകും. കുറച്ചുകൂടെ എളുപ്പമാണ് അങ്ങനെ പാത്രം കഴുകുമ്പോൾ. അങ്ങനെ ഞാൻ പാത്രമൊക്കെ കഴുകി. ഞാൻ ഇവിടെ പാത്രമൊക്കെ കഴുകിയിട്ട് ഒരു നീല ബാസ്ക്കറ്റ് ഉണ്ട്, അതിനകത്തോട്ടാണ് ഇട്ട് വെക്കണേ. അപ്പോൾ ബാക്കിയുള്ള ബാലൻസ് വെള്ളമൊക്കെ അതിനകത്തോട്ട് വീണോളും. എന്നിട്ട് സമയം കിട്ടുന്നതനുസരിച്ചിട്ട് ഞാൻ എല്ലാ പാത്രങ്ങളും അതിൻ്റേതായ സ്ഥാനത്തേക്ക് പറക്കിയെടുത്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് അവിടെയും കൂടെ ഒന്ന് തുടച്ച് കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. അടുക്കളയിലെ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇന്നിപ്പോൾ തിരക്ക് പിടിച്ച് പണികളൊക്കെ തീർക്കുന്നത്. ഇനി വന്നു കഴിയുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒന്നിനും പറ്റിയെന്ന് പറഞ്ഞില്ല. വീട്ടിലാണെങ്കിൽ വേറെ ആരുമില്ല കൊച്ചിനെ നോക്കാനായിട്ടൊക്കെ കേട്ടോ. അപ്പോൾ നമ്മുടെ കിച്ചണൊക്കെ നീറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഒന്ന് അടിച്ചു വാരാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് എന്താ പറയുക, പെട്ടെന്നുള്ളൊരു അടിച്ചു വാരലാണ്. വലിയ ക്ലീനിങ്, വലിയ നീറ്റായിട്ടുള്ള അടിച്ചു വാരലൊന്നും അല്ല കേട്ടോ. കാരണം സമയമില്ല. നമുക്കിത് കഴിഞ്ഞിട്ട് കൊച്ചിനെയൊക്കെ കുളിപ്പിച്ചിട്ടൊക്കെ വേണം പോകാനായിട്ട്. പിന്നെ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ 1 മണി വരെയാണ് അവിടെ ഇഞ്ചക്ഷൻ എടുക്കാനുള്ളൂ. നമ്മൾ ഗവൺമെൻറ്റിൻ്റെ ഹെൽത്തിൽ പോയിട്ടല്ല ചെയ്യണത്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലാണ് പോണത്. പ്രാഥമിക ആരോഗ്യ കേന്ദ്രം ഉണ്ടല്ലോ, അവിടെയാണ് പോണേ കേട്ടോ. അപ്പോൾ 1 മണി വരെ ഉള്ളൂ. അങ്ങനെ ഞാൻ അടിച്ചു വാരി കൊണ്ട് ഇരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വാപ്പ വന്നിട്ടുണ്ട് നമ്മുടെ മുഹമ്മദിനെ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കാനായിട്ട്. മുഹമ്മദിനെ ഏകദേശം ഒരു 10 മണിയൊക്കെ ആകുമ്പോഴാണ് കൊണ്ടുപോയി ആക്കണം കേട്ടോ. അപ്പോൾ അതാണ് പിന്നെ അനിയൻ്റെ കൂടെ കൊടുത്ത് വിടാത്തത് കേട്ടോ. പിന്നെ ഇവൻ്റെ കുറേ ന്യായങ്ങളും റൂളുകളും വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ വന്നു കഴിയുമ്പോൾ കുറേ ന്യായങ്ങളൊക്കെ പറയും. അതൊക്കെ റെഡിയാക്കി ഓക്കെ പറഞ്ഞിട്ട് വേണം അവനെ കൊണ്ടുപോയാക്കാനായിട്ട്. അങ്ങനെ അവനും ടാറ്റ പറഞ്ഞ് പോയിട്ടോ. പിന്നെ ഇനിയിപ്പോൾ ഞാൻ എൻ്റെ പണികളിലേക്ക് ഇറങ്ങി. ഇനിയിപ്പോൾ ടി വി ഒക്കെ ഓഫ് ചെയ്ത് വാതിലടച്ച് ഞാൻ ബാക്കിയുള്ള അടിച്ചു വാരലും കൂടെ ചെയ്യുകയാണ്. അപ്പോൾ ഈ ഒരു പരിപാടിയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കൊച്ചിനെയൊക്കെ കുളിപ്പിച്ചിട്ട് നമുക്ക് പോവാം.
ശരിക്കും പറഞ്ഞാൽ 45 ദിവസം ആയപ്പോൾ മുതൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്യണതാണ് കേട്ടോ. ചിലപ്പോൾ ഇക്ക ഡ്യൂട്ടിയിൽ ഉണ്ടാവില്ല, 2 പ്രാവശ്യം എടുക്കാമെന്ന് വിചാരിച്ചപ്പോഴും കൊച്ചു പിന്നെ പനിയായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇക്ക ഇല്ലാതെ ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് എനിക്കൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ കൊച്ചാണെങ്കിൽ ഭയങ്കര കരച്ചിലും, കരഞ്ഞു കഴിഞ്ഞാൽ ശ്വാസം കിട്ടാണ്ടാവും, പിന്നെ ശിരസി കയറ്റും, അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പോയി ഇഞ്ചക്ഷൻ എടുക്കാനൊരു പേടി ഉണ്ടായിരുന്നു. പിന്നെ അതിലപ്പുറം കൊച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കരച്ചിലായിരിക്കും. മറ്റുള്ള പിള്ളേർക്കും ഒക്കെ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും ഇവിടെ വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ റിസ്ക് എടുത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ ഈ ബുധനാഴ്ചയാണ് നമ്മൾ ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കണത് കേട്ടോ ഈ ഹോസ്പിറ്റലിൽ. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം പ്ലാൻ ചെയ്ത് ഇക്ക ലീവ് എടുത്തിട്ട് വന്നതായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് പിന്നെ വേഗം ചെല്ലാൻ പറഞ്ഞിട്ട് അങ്ങനെ ലീവ് ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയും ഇത് നീട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഇഞ്ചക്ഷൻ എടുക്കലുണ്ടാവില്ല, ഞാൻ തന്നെ പോയി എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് 4 പിള്ളേരുണ്ടായിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞാൻ തന്നെ പോയി ഇഞ്ചക്ഷനൊക്കെ എടുക്കണേ കേട്ടോ. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം തന്നെ അങ്ങ് ചെയ്ത് ശീലമാക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ അതേ ഹോസ്പിറ്റൽ കാർഡൊക്കെ തപ്പിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ അവരുടെ കാർഡ് നമ്മുടെ കയ്യിൽ വേണം കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിലെ കാർഡ് മാത്രം പോരാ. അതെവിടെ വെച്ചേക്കണേന്ന് എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് തപ്പിയെടുക്കുകയാണ്. നമ്മൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്കിത് തരണേ. എന്നിട്ട് ഞാനത് എവിടെയോ വെച്ചേക്കണമായിരുന്നു. പിന്നെ കുറേ നേരം തപ്പിയൊക്കെ അത് കണ്ടുപിടിച്ചു കേട്ടോ. ഇതുണ്ടെങ്കിൽ അവിടെ ഇഞ്ചക്ഷൻ എടുക്കത്തുള്ളൂ കേട്ടോ. അങ്ങനെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയി ഫ്രഷായി കൊച്ചിനെയും കൊള്ളിപ്പിച്ച് റെഡിയാക്കി കണ്ണൊക്കെ എഴുതി സെറ്റപ്പ് ആക്കി കേട്ടോ. കണ്ണെന്ന് പറഞ്ഞാൽ പുരുക മാത്രമേ എഴുതുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചിലപ്പോൾ ഡോക്ടർ ചീത്ത പറയും. അതൊക്കെ കഴിഞ്ഞ് ഞാൻ ബാഗിൽ ബാക്കിയെല്ലാം സെറ്റാക്കി. ഹോസ്പിറ്റൽ കാർഡും അതുപോലെ ഒരു സ്നെഗ്ഗി എക്സ്ട്രാ, പിന്നെ ഒരു ടവൽ, അങ്ങനെ എല്ലാ ഐറ്റംസും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഞാൻ ഓട്ടോ വിളിച്ചിട്ടുണ്ട് കേട്ടോ. വീട്ടിൽ വേറെ ആരും ഇല്ലല്ലോ, അപ്പോൾ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അതുവരെ ഞാനും കൊച്ചും കൂടെ റെഡി ആയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഓട്ടോ വന്നെ നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ ആൾക്ക് ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഉറങ്ങാനുള്ള ഒരു കരച്ചിലും ബഹളമൊക്കെയാണ്. ദൂരമുണ്ട് കേട്ടോ, ഒരുപാട് ദൂരമൊന്നുമില്ല. കൂവളൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാൻ പോകാനുള്ളത് കേട്ടോ. പിന്നെ മാസത്തിലൊരിക്കൽ നമ്മുടെ തൊട്ടടുത്ത് അടിവാട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് അടുത്ത ആഴ്ച വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇനിയും വെയിറ്റ് ചെയ്ത് നീട്ടിക്കൊണ്ട് പോയാൽ പിന്നെ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എടുക്കാൻ ബുദ്ധിമുട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പോവാണ്. അവിടെ ഞാൻ പേടിച്ച അത്ര പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞാൻ വിചാരിച്ചു കൊച്ചു കരഞ്ഞു വല്ല ശ്വാസം കിട്ടാണ്ടാവോ എന്നൊക്കെ പേടി ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടായില്ല. കയ്യിൽ ഒരെണ്ണമുണ്ടായി, 2 കാലിലും ഉണ്ടായി. ഇടത്തേക്കാലിനാണ് കുറച്ച് വേദന കൂടുതലുള്ള ഇഞ്ചക്ഷൻ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു പാലൊക്കെ കൊടുക്കുന്ന സമയത്ത് കാലിങ്ങനെ അനക്കി കൊടുത്തോളണം, അല്ലെങ്കിൽ വേദന കൂടുതലുണ്ടാവും കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു കൊടുത്തു. പിന്നെ ഞാൻ കൂടുതൽ എടുക്കാൻ നടന്നില്ല, കൊച്ചെന്നെ കാലനക്കട്ടെ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ, കാരണം കരച്ചിലും ബഹളമൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോയി. പിന്നെ ഞാൻ കൂടുതൽ എടുക്കാത്തതുകൊണ്ട് തന്നെ കാല് സ്വയം അനക്കിയിട്ട് അത് വേദന ഉണ്ടായിരുന്നു. ആൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ, എന്നാലും കുഴപ്പമില്ലായിരുന്നു. 3 ഇഞ്ചക്ഷനും ഉണ്ടായിരുന്നു, പോളിയോ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ വൈറ്റമിൻസ് എന്തോ സംഭവം കൂടെ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇന്നത്തേക്കെല്ലാം റെഡിയാക്കി വെച്ചേക്കണോണ്ട് തന്നെ വീട്ടിൽ വന്നിട്ട് വേറെ പണികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ രാത്രി ആയപ്പോഴേക്കും ഇക്ക വന്നു, അത് കാരണം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, സജഷൻസൊക്കെ പറയാം. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെ ഓക്കെ, ബൈ, താങ്ക് യു.